ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഈ വർഷത്തിലെ മലയാളത്തിലെ ആദ്യത്തെ ബിഗ് ബഡ്ജറ്റ് സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ ലാലേട്ടൻ നായകനെ എത്തിയ ലിജോ സംവിധാനം ചെയ്ത മലൈക്കോട്ടെ വാലിബൻ. നേരിന് പിന്നാലെ ഇപ്പോഴത്തെ വീണ്ടും ഒരു ലാലേട്ടൻ സിനിമ കൂടി ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. ഈ വരുന്ന മെയ് 19-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 5:30 മലൈക്കോട്ടെ വാലിബൻ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുക. സിനിമയുടെ TRP ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. വാലിബന് പിന്നാലെ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്നതും ജനുവരി മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ മറ്റൊരു മലയാളം സിനിമയാണ്. അത് അബ്രഹാം ഓസ്ലർ എന്ന സിനിമയാണ്. ജയറാം നായകനെ എത്തിയ ജയറാമിന്റെ തിയേറ്ററുകളിൽ വിജയിച്ച സിനിമ ഈ മെയ് മാസത്തിലെ അവസാന ആഴ്ചയോ അതല്ലെങ്കിൽ ജൂൺ മാസമോ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്നതാണ്. നാളെ 3 മലയാളം സിനിമകൾ 2 ഭാഷകളിൽ നിന്നായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്നു. മലയാളത്തിലെ പ്രധാനപ്പെട്ട സിനിമ ഇന്ദ്രജിത്ത് നായകനെ എത്തുന്ന മാരിവില്ലൻ ഗോപുരങ്ങൾ എന്ന സിനിമയാണ്. പലതവണ തിയേറ്റർ റിലീസ് മാറ്റിവെക്കപ്പെട്ട സിനിമ നാളെ മെയ് 10 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ലൂക്ക എന്ന ടൊവിനോ തോമസ് സിനിമയുടെ സംവിധായകന്റെ ഏറ്റവും പുതിയ സിനിമയാണ് മാരിവില്ലൻ ഗോപുരങ്ങൾ. സോണി ലിവിലൂടെ OTT റിലീസ് ചെയ്ത് നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായ അപ്പൻ സിനിമയുടെ സംവിധായകൻ മജുവിന്റെ ഏറ്റവും പുതിയ സിനിമ പെരുമാനി നാളെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ലുക്മാൻ, ഒപ്പം തന്നെ വിനയ് ഫോർട്ട് തുടങ്ങിയവർ സിനിമയിൽ അഭിനയിക്കുന്നു. നാളെ തമിഴിൽ നിന്നും റിലീസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സിനിമ സ്റ്റാർ എന്ന സിനിമയാണ്. കവിൻ നായകനെ എത്തുന്ന സിനിമ നാളെ റിലീസ് ചെയ്യുമ്പോൾ സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ അറിയാനായിട്ട് കാത്തിരിക്കൂ. ടർബോയ്ക്ക് ശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു മമ്മൂട്ടി സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. കുറുപ്പ് സിനിമയുടെ റൈറ്റർ ജിതിൻ K ജോസ് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഷൂട്ടിംഗ് മെയ് 25-ന് ആരംഭിക്കും. സുഷിൻ ശ്യാം സംഗീതം നൽകുമെന്ന് റൂമറുകളുള്ള സിനിമ നിർമ്മിക്കുക ആൻഡ്രൂ ജോസഫ് ആയിരിക്കും. സിനിമയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ് അടുത്ത ദിവസങ്ങളിൽ തന്നെ പുറത്തുവരും. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്തു വരാനിരിക്കുന്ന മോളിവുഡിന്റെ വമ്പൻ പാനന്തൻ സിനിമ L2 എമ്പുരാന്റെ അടുത്ത ഷൂട്ടിംഗ് അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. മെയ് 16-ന് സിനിമയുടെ അടുത്ത പ്രധാനപ്പെട്ട ഷെഡ്യൂൾ ഷൂട്ടിംഗ് ആരംഭിക്കും. പിന്നെ അങ്ങോട്ട് സെപ്റ്റംബർ വരെ സിനിമയ്ക്ക് പല ലൊക്കേഷനുകളിലായിട്ട് ചിത്രീകരണമുണ്ട് എന്നാണ് റിപ്പോർട്ട്. കേരളത്തിൽ എറണാകുളത്തും തിരുവനന്തപുരത്തും ചിത്രീകരണമുള്ള സിനിമയ്ക്ക് ഗുജറാത്തിലും ഒപ്പം തന്നെ അബുദാബിയിൽ കൂടിയാണ് അടുത്ത പ്രധാനപ്പെട്ട ഷെഡ്യൂൾ ചിത്രീകരണമുള്ളത്. ഇതിൽ ഗുജറാത്തിൽ കുറച്ചധികം ദിവസത്തെ ചിത്രീകരണമുണ്ട് എന്ന് അറിയാനായിട്ട് കഴിയുന്നു. എന്തായാലും എമ്പുരാൻ അടുത്ത വർഷം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ലാലേട്ടന്റെ ജന്മദിനം പ്രമാണിച്ചുള്ള സിനിമയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ് കൂടി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. കാത്തിരിക്കൂ മെയ് മാസത്തിലെ എമ്പുരാന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട്.